ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു ജോഗ്രഫി സെഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് സ്വാഭാവികമായിട്ടും ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ടൈം ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. വിഭവ വിനിയോഗവും സുസ്ഥിരതയും. നമ്മുടെ ഭൂമിയിലെ വിഭവങ്ങൾ, ധാതുക്കൾ, ഉൽപാദന വ്യവസായങ്ങൾ, മലിനീകരണം, വിഭവ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ചൊക്കെ ഒരു അറിവാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കാം. വിഭവ വിനിയോഗവും സുസ്ഥിരതയും. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടോ? കോളാർ സ്വർണ്ണഖനിയാണിത്. കോളാർ സ്വർണ്ണഖനി നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായിട്ടുള്ള സ്വർണ്ണഖനിയാണ് ഇത്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകയിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായിട്ടുള്ള സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. 1804 കണ്ടെത്തിയത് ജോൺ വാറനാണ്. ജോൺ വാറൻ. കർണാടകയിലാണ് കോളാർ സ്വർണ്ണഖനി, ഉറിഗം എന്ന ഗ്രാമത്തിൽ. ഇതാണ് പിന്നീട് KGF കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടത്. കോളാർ ഗോൾഡ് ഫീൽഡ് KGF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് KGF ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികമാണ് സ്വർണം ഉൽപ്പാദിപ്പിച്ചത്. ഈ സ്വർണ്ണ നിക്ഷേപം കൊണ്ട് തന്നെയാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായിട്ട് മാറിയത്. ഇന്ത്യയിലെ കോളാർ സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി കോളാർ മാറിയത്. സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? പ്രധാനമായും നമുക്കറിയാം ആഭരണ നിർമ്മാണത്തിനാണ്. ആഭരണ നിർമ്മാണം, അതുകൂടാതെ ഔഷധ നിർമ്മാണത്തിനും വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും സ്വർണം ഉപയോഗിച്ചു വരുന്നുണ്ട്. സ്വർണത്തിന് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രധാനമായും നമുക്ക് വെള്ളി പറയാം. വെള്ളി, ഇരുമ്പ്, ഭക്ഷണം, ജലം, വായു, മണ്ണ് ഇവയെല്ലാം തന്നെ സ്വർണത്തിന് പുറമെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്വർണം, ഇരുമ്പ്, വെള്ളി എന്നിവയൊക്കെ പ്രകൃതിയിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് എന്നീ ഭൗതിക വസ്തുക്കളും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായിട്ടുള്ള ഏതൊന്നിനെയും നമുക്ക് വിഭവം എന്ന് വിളിക്കാം. ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പ്രാപ്തമായിരിക്കണം, പ്രകൃതിയിൽ ലഭ്യമായിരിക്കണം, സാങ്കേതികമായി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നവയായിരിക്കണം, സാംസ്കാരികമായി നമുക്ക് സ്വീകാര്യവുമായിരിക്കുന്ന എന്തിനേയും നമുക്ക് വിഭവം എന്ന് പറയാം. ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം തുടങ്ങിയ അഭൗതിക വസ്തുക്കളും, ഭൗതികമായി നമുക്ക് കാണാൻ കഴിയാത്ത അറിവ്, ആരോഗ്യം എന്നിവയും വിഭവങ്ങളായിട്ട് ഉൾപ്പെടുന്നവയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്നാണ് പറയുന്നത്. മാനവ വിഭവം. ഇവിടെ ഈ ഒരു കോൺവെർസേഷനിൽ കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മേ, മനുഷ്യരും ഒരു വിഭവമാണോ? അതെ മോളെ, മനുഷ്യരും വിഭവമാണ്. മനുഷ്യൻ വിഭവമായിട്ടുള്ളതിനെ മാനവ വിഭവം എന്ന് പറയുന്നു. മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണി, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണി, സ്കിൽസ്, സാങ്കേതിക വിദ്യ എന്നിവയൊക്കെ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നത് കൊണ്ട് മനുഷ്യരെയും വിഭവമായാണ് പരിഗണിക്കുന്നത്.
ഇത്തരത്തിൽ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വിഭവങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് പ്രകൃതി വിഭവങ്ങളും മനുഷ്യനിർമ്മിത വിഭവങ്ങളും. ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങൾ എന്നും, ഉദാഹരണം വായു, ധാതുക്കൾ, ഇവയൊക്കെ. അതുപോലെ മനുഷ്യനിർമ്മിത വിഭവങ്ങൾ, മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങൾ, റോഡ്, യന്ത്രങ്ങൾ, ഇവയൊക്കെ മനുഷ്യനിർമ്മിത വിഭാഗമായിട്ടും വരുന്നു. പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. പ്രകൃതി വിഭവങ്ങളെല്ലാം എല്ലായിടത്തും നമുക്ക് ലഭ്യമല്ല. അതുപോലെ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നതും യഥേഷ്ടം ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്തതിന് കാരണമാണ്. എല്ലാ വിഭവങ്ങളും നമുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ്. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ്. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പിന്നീടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ. രണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. ആദ്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെ നോക്കാം. റിന്യൂവബിൾ സോഴ്സസ്. ഉപയോഗത്തിന് ശേഷം, ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയും, ഇവയെ റിന്യൂ ചെയ്യാനായിട്ട് കഴിയും. ഉപയോഗത്തിന് ശേഷം അവ തീർന്നു പോകുന്നില്ല, ഇവയെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ. ഉദാഹരണത്തിന് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, ഇവയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വരുമ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ, നോൺ റിന്യൂവബിൾ റിസോഴ്സസിലേക്ക് വരുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള, ഇവ റിന്യൂ ചെയ്യാൻ സാധിക്കില്ല, നോൺ റിന്യൂവബിൾ ആണ്, അത്തരത്തിലുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു പോവുകയും മാത്രമല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇവ രൂപപ്പെടുന്നത്. പെട്ടെന്നൊന്നും ഇവ ഉണ്ടായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. ഏതൊക്കെയാണ്? സ്വർണം, ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം, ഇവയൊക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട് സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പൊതുമേഖല, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ, പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തത്തോടെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇത് സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ്. ഇനി മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുംബൈ ഹൈ. ഒരുപാട് PYQയിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുംബൈ ഹൈ. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്
ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC ആണ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് മുംബൈ ഹൈ എന്ന വലിയ എണ്ണപ്പാടമാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്ന്. 1974 മുംബൈ ഹൈ കണ്ടെത്തുന്നത്. അതിൻ്റെ നടത്തിപ്പ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ്, ONGCക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാണ്. ജലം, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം എന്നിവയെ തന്നിരിക്കുന്ന വിഭവങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെന്നും കണ്ടെത്തി രണ്ടായിട്ട് തിരിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ജലം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലേ? കഴിയും. ജലം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. അതുപോലെ തന്നെ സൗരോർജം, കാറ്റ് എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയിൽ ഉൾപ്പെടുന്നു. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ലോഹങ്ങൾ, കൽക്കരി, പെട്രോളിയം എന്നിവ. ക്ലിയർ ആണല്ലോ? കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്, അതായത് ധാതുക്കൾ. അതിനു മുന്നേ നമുക്ക് ഖനനത്തെക്കുറിച്ച് പറയാം. ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്തു നിന്നോ മൂല്യവത്തായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനമെന്നും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയിൽ ഭൗമോപരിതലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൗമ അന്തർഭാഗത്തു നിന്നോ മൂല്യവത്തായിട്ടുള്ള വസ്തുക്കൾ പുറത്തെടുക്കുന്നതിനെ ഖനനം എന്ന് പറയുന്നു. അതിനെ രണ്ട് തരത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്, ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനം എന്നും. അപ്പോൾ ഇതാണ് ഖനനം എന്ന് പറയുന്നത്. ഇനി ധാതുക്കളിലേക്ക് വരികയാണെങ്കിൽ, ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് പ്രകൃത്യാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. എന്താണ് ധാതുക്കൾ? ഇതൊരു ഡെഫിനിഷനായിട്ട് നോക്കി വെക്കുക. പ്രകൃത്യാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള ജൈവ അജൈവ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണ്? ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് യോഗ്യമായിട്ട് വരുന്നത്. ഉപയോഗത്തിനായി യോഗ്യമായിട്ട് വരുന്നത് ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷമാണ്. അതുകൊണ്ട് തന്നെ ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ നമ്മൾ അയിര് എന്നാണ് വിളിക്കുന്നത്. ധാതുക്കൾ മാലിന്യങ്ങളൊക്കെ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേര് അയിര് എന്നാണ്. അയിര്. ഈ അയിരിനെ വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിര് മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലുള്ളതാണ്. അതിനെ വിവിധ തരത്തിലുള്ള സംസ്കരണ പ്രക്രിയയിലൂടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടത്തി മാത്രമാണ് മൂല്യവത്തായിട്ടുള്ള ധാതുക്കളായിട്ട് മാറ്റുന്നത്. അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് ഇവയിൽ തന്നിട്ടുള്ളതിൽ ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ ഏതൊക്കെയാണ്? ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ഇരുമ്പുമാണ്. ബോക്സൈറ്റും ഇരുമ്പയിരുമാണ് ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ. അതായത് നമ്മൾ ഇനി പറയുന്നത് ധാതുക്കളെ അവയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ലോഹധാതുക്കൾ എന്നും അതുപോലെ അലോഹധാതുക്കൾ എന്നും. ഇതിൽ ധാതുക്കളെ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നു. ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾ എന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ എന്നും രണ്ടായി തരംതിരിക്കുന്നു.
അതുപോലെ തന്നെ അലോഹധാതുക്കളെ ജൈവധാതുക്കൾ എന്നും അജൈവധാതുക്കൾ എന്നുമാണ് തരംതിരിക്കുന്നത്. ഇനി ഇവയെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു പിക്ചർ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയല്ലോ. നോക്കാം. ലോഹധാതുക്കൾ, മെറ്റാലിക് മിനറൽസ്. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ എന്ന് അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളാണ് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ഉദാഹരണത്തിന് ബോക്സൈറ്റിൽ നിന്നുമാണ് അലുമിനിയം വേർതിരിച്ച് എടുക്കുന്നത്. അതായത് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളെയാണ് ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഇത് അയിരായിട്ടാണ് ലഭിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അയിരിനെ സംസ്കരണ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്നത് ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമായിരിക്കും. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുമ്പോൾ ഇതിന് ലഭിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളെന്നും ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ എന്നും. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളിൽ ഫെറസ് മിനറൽസിൽ ചാരനിറമായിരിക്കും ഉണ്ടാവുക. അവ ചാരനിറത്തിൽ കാണപ്പെടുന്നു. അതുപോലെ ഇരുമ്പിന്റെ അംശമുള്ളതുകൊണ്ട് തന്നെ കാന്തിക സ്വഭാവമുള്ളവയുമായിരിക്കും, ഭാരം കൂടുതലുള്ളവയും ആയിരിക്കും. ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്, കാന്തിക സ്വഭാവമുള്ളവയായിരിക്കും, ഭാരം കൂടുതലായിരിക്കും. ഇനി ഇരുമ്പിന്റെ അംശമില്ലാത്തവയിലേക്ക് വരുമ്പോൾ, നോൺ ഫെറസ് മിനറൽസിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കില്ല. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ കാന്തിക സ്വഭാവം ഇവയിൽ ഉണ്ടായിരിക്കില്ല. താരതമ്യേന ഭാരം കുറവുമായിരിക്കും ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളിൽ. അപ്പം ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ. ഇരുമ്പയിരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിങ്ങനെ. ഇതിനെ മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്നാണ് വിളിക്കുന്നത്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. കറുത്ത അയിര് എന്ന് വിളിക്കപ്പെടുന്നത് ഇരുമ്പിന്റെ അയിരായിട്ടുള്ള മാഗ്നറ്റൈറ്റ് ആണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലോഹധാതുക്കൾ കഴിഞ്ഞു. ഇനി അലോഹധാതുക്കളാണ്, നോൺ മെറ്റാലിക് മിനറൽസ്. ലോഹത്തിന്റെ അംശം ഇല്ലാത്ത ധാതുക്കളെയാണ് നമ്മൾ അലോഹധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അവയിൽ ലോഹത്തിന്റെ അംശം കാണുന്നില്ല. ലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങളൊക്കെ താരതമ്യേന കുറവായിരിക്കും. കാഠിന്യം കുറവായിരിക്കും, തിളക്കം കുറവായിരിക്കും, അതുപോലെ വഴക്കവും താരതമ്യേന കുറവായിരിക്കും. ജൈവധാതുക്കൾ എന്നും അജൈവധാതുക്കൾ എന്നും ലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ലോഹധാതുക്കൾ 2ആയി തരംതിരിച്ചിരിക്കുന്നത് പോലെ തന്നെ അലോഹധാതുക്കളാണ് കേട്ടോ. അലോഹധാതുക്കളെ ജൈവധാതുക്കൾ എന്നും അജൈവധാതുക്കൾ എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞതുപോലെ ജൈവധാതുക്കൾ എന്നും അജൈവധാതുക്കൾ എന്നും അലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം പോലെയുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് ജൈവധാതുക്കൾ. ഉദാഹരണം കൽക്കരി, പെട്രോളിയം പോലെയുള്ളവ. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലെയുള്ളവ അജൈവധാതുക്കളാണ്. അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രാഫൈറ്റ്, കളിമണ്ണൊക്കെ അജൈവധാതുക്കളാണ്. ഇനി ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കാം. ലോഹധാതുക്കളുടെയും അലോഹധാതുക്കളുടെയും ഉപയോഗമാണ് പട്ടികപ്പെടുത്താനായിട്ട് തന്നിട്ടുള്ളത്. ലോഹധാതുക്കളും ഉപയോഗവും അതുപോലെ അലോഹധാതുക്കളും ഉപയോഗം. ആദ്യം ലോഹധാതുക്കളും അവയുടെ ഉപയോഗവും. ഇരുമ്പ് എന്തിനായി ഉപയോഗിക്കുന്നു? കെട്ടിട നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇരുമ്പ്. ഇനി സ്വർണം നമ്മൾ പ്രധാനമായിട്ടും ആഭരണ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ആഭരണ നിർമ്മാണത്തിന്. ചെമ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ചെമ്പ് നാണയ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. നാണയ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു.
അലോഹ ധാതുക്കളിലേക്ക് വരുമ്പോൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഗ്രാഫൈറ്റ് പെൻസിൽ നിർമ്മാണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പെട്രോള് ഇന്ധനമായി ഉപയോഗിക്കുന്നു. കളിമണ്ണ് മൺപാത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അലോഹധാതുക്കളുടെ ഉപയോഗവും ലോഹധാതുക്കളുടെ പ്രധാനപ്പെട്ട ഉപയോഗവും നമ്മൾ കണ്ടു. ഇനി വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. രാജ്യം വ്യത്യസ്ത തരത്തിലുള്ള ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ധാതു വൈവിധ്യവും ധാരാളമായി നമുക്ക് കാണാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള ധാതുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന ഒരു മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ആസ്ബറ്റോസ് ഈ ഒരു കളറിലെ സർക്കിൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇരുമ്പ് ബ്ലാക്ക് കളറ് ഒരു സർക്കിൾ, അതിന് ചുറ്റും ഒരു സർക്കിൾ വരുന്നത് പോലെ സൂചിപ്പിച്ചിരിക്കുന്നു. ബോക്സൈറ്റ്, കൽക്കരി, ചെമ്പ്, ഡോളമൈറ്റ്, സ്വർണം, ജിപ്സം, ലെഡ്, സിങ്ക് എന്നിവ റെഡ് നക്ഷത്രം കൊണ്ട്, ചുണ്ണാമ്പ് കല്ല് ഈ ഒരു ഗ്രീൻ സ്റ്റാർ കൊണ്ട്, മാംഗനീസ് പ്ലസ് ചിഹ്നം കൊണ്ട്, മൈക്ക ഈ ഒരു പർപ്പിൾ സ്ക്വയർ കൊണ്ട്, പെട്രോളിയവും പ്രകൃതിവാതകവും ഈ ഒരു ബ്ലൂ കളർ സർക്കിൾ കൊണ്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂചിക നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത്തരത്തിൽ സൂചിക വെച്ച് ഇവിടെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നിട്ടുള്ള ഒരു ചോദ്യം, ഈ ഒരു ഭൂപടം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് പൂർത്തിയാക്കുമ്പോൾ ഒരു ധാരണ നമുക്കതിനെക്കുറിച്ച് കിട്ടും. ഇവിടെ തന്നിട്ടുള്ള നോക്കിക്കേ, സ്വർണ്ണധാതുക്കൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. സ്വർണം നമുക്കിത് യെല്ലോ കളറ് സർക്കിളാണ്. സ്വർണ്ണത ഇവിടെ കാണപ്പെടുന്നുണ്ട്. സ്വർണം കേരളത്തിൽ കാണപ്പെടുന്നു. അതുപോലെ ഇതാ കർണാടകയിലെ നമ്മൾ പറഞ്ഞു കോളാറിൽ കാണപ്പെടുന്നു. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യെല്ലോ സ്ക്വയർ ഉണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ കാണാം, ജാർഖണ്ഡിലും കാണാൻ പറ്റുന്നുണ്ടോ? മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടകം, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലായി സ്വർണത്തിൻ്റെ ധാതുക്കൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇരുമ്പ്, കൽക്കരി, മാംഗനീസ് എന്നിവ കൂടി നോക്കാനുണ്ട്. ഇരുമ്പ് നമുക്ക് നോക്കാം. ഇരുമ്പ് എവിടെ? ഇരുമ്പ് ഈ ഒരു സൂചിക വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇരുമ്പ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. തമിഴ്നാട്ടിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ഒഡീഷയിൽ കാണാനായി സാധിക്കുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഇതവിടെ നമുക്ക് ഉത്തർപ്രദേശിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതവിടെ ജാർഖണ്ഡിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്? തമിഴ്നാട് വരുന്നുണ്ട്, അതുപോലെ ഒഡീഷ വരുന്നുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ ജാർഖണ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് ഇരുമ്പിൻ്റെ നിക്ഷേപം കാണാനായി സാധിക്കുന്നത്. കൽക്കരിയിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കളർ ഡോട്ടാണ് വരുന്നത്. കൽക്കരി എവിടെയാണ് കൽക്കരി കാണുന്നത്? ജാർഖണ്ഡിൽ കൽക്കരി കാണാം, അതുപോലെ പശ്ചിമ ബംഗാളിൽ കൽക്കരി കാണാം, മേഘാലയയിൽ കാണാൻ പറ്റുന്നുണ്ട്, മധ്യപ്രദേശിൽ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഇതവിടെ മഹാരാഷ്ട്രയിൽ കാണാം. അങ്ങനെ ഇതവിടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു കൽക്കരിയുടെ സാന്നിധ്യം കാണാനായി സാധിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസ് ഈ ഒരു ബ്ലാക്ക് പ്ലസ് ചിഹ്നത്തിലാണ് തന്നിട്ടുള്ളത്. നോക്കാം എവിടെയൊക്കെയാണ്. ഇതെവിടെ? മഹാരാഷ്ട്രയിൽ കാണാൻ പറ്റുന്നുണ്ട്, രാജസ്ഥാനിലുണ്ട്, അതുപോലെ ഒഡീഷയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ പശ്ചിമ ബംഗാളിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയാണ് മാംഗനീസിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കി ഇതുപോലെ തന്നെ മറ്റുള്ളവയും കൂടെ ധാതു സമ്പത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ധാതുക്കൾ എന്നതൊന്ന് നോക്കി വയ്ക്കുക. ഇനി ഉൽപാദന വ്യവസായം. അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം എന്ന് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികവും വിദൂരവുമായിട്ടുള്ള വിപണികളിൽ വിൽക്കുന്നതിനായിട്ട്
ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ നമ്മൾ ഉൽപാദന വ്യവസായം എന്ന് പറയുന്നു. അസംസ്കൃത വസ്തുക്കളെ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളാക്കി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വ്യത്യസ്ത സംസ്കരണ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ പ്രധാനമായും താഴെ പറയുന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഉൽപാദന വ്യവസായം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് വിൽക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം എന്ന് പറയുന്നത്. ഇതിലെ ഈ അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ പ്രധാനമായിട്ടും ഇവിടെ 5 തരത്തിലാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്നാമത് കാർഷികാധിഷ്ഠിത വ്യവസായം, രണ്ടാമത് ധാതു അധിഷ്ഠിതം, മൂന്നാമത് രാസാധിഷ്ഠിതം, നാലാമത് വനാധിഷ്ഠിതം, അഞ്ചാമത് മൃഗാധിഷ്ഠിത വ്യവസായം. കാർഷികാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പഞ്ചസാര വ്യവസായം. അതുപോലെ ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. രാസാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പെട്രോളിയം വ്യവസായം. വനാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം നമുക്ക് പേപ്പർ വ്യവസായം പറയാം. അതുപോലെ തുകൽ വ്യവസായം എന്നത് മൃഗാധിഷ്ഠിത വ്യവസായമാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇവ ഉൾക്കൊള്ളുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഇനി ഒരു ഇന്ത്യയുടെ മാപ്പ്, ഇത്തരത്തിലുള്ള ഉൽപ്പന്ന വ്യവസായങ്ങൾ തന്നിട്ടുള്ള ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ വെച്ചിട്ട് ഉൽപ്പന്ന വ്യവസായങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെ എന്നതാണ് നോക്കാനായിട്ടുള്ളത്. സൂചിക തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, പെട്രോളിയം രാസ വ്യവസായം, പട്ടുതുണി വ്യവസായം, പരുത്തി തുണി വ്യവസായം എന്നിവയൊക്കെ. ഇത് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്, എവിടെയൊക്കെയാണ് ഉള്ളത് എന്നത്. അപ്പം അതുപോലെ തന്നെ നേരത്തെ ധാതു നോക്കിയതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ളത് നോക്കുക. ഇരുമ്പുരുക്ക് വ്യവസായം എവിടെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായം ഈ ഒരു ബ്ലൂ കളർ സർക്കിളാണ്. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഇരുമ്പുരുക്ക് വ്യവസായം നമുക്ക് തന്നിട്ടുണ്ട്. ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ്. ഒഡീഷയിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. അത് കൂടാതെ ഇവിടെയൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അതുപോലെ പരുത്തി തുണിയാണ് നമ്മളോട് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. പരുത്തി തുണി റെഡ് കളർ ഡോട്ടാണ്. നമുക്കിവിടെ കാണാം, റെഡ് കളർ ഡോട്ട് ധാരാളമായി കാണാം. തമിഴ്നാട്ടിലുണ്ട്. അതുപോലെ നമുക്ക് പറയാം ഇവിടെ ഉത്തർപ്രദേശിൽ കാണപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലും കാണാനായി സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ കാണാം, തെലങ്കാനയിൽ കാണാം. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ പെട്രോളിയം രാസ വ്യവസായവും പട്ടുതുണി വ്യവസായവും ഒക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നത് കണ്ടെത്തുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഘനവ്യവസായം എന്താണ്? വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘന വ്യവസായം എന്നും വിളിക്കുന്നു. ഹെവി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നുണ്ട്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അവയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെയാണ് ഘനവ്യവസായങ്ങൾ അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇതിനെയാണ് നമ്മൾ ഘനവ്യവസായം അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയായാണ് കണക്കാക്കുന്നത്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു സംസ്കരണ പ്രക്രിയയിലൂടെ മാറ്റിയാണ് മൂല്യവത്തായിട്ടുള്ള ധാതുക്കളാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക്, മറ്റ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമായതുകൊണ്ട് തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തിനെ അടിസ്ഥാന വ്യവസായം എന്നാണ് വിളിക്കുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായം ഘനവ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതാണ് നമ്മളിവിടെ പറഞ്ഞ ഹെവി ഇൻഡസ്ട്രി എന്നത്.
ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളും ഇന്ത്യയിൽ ലഭ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്കിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്കിൻ്റെ ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം രാജ്യത്തിൻ്റെ വ്യവസായത്തിൻ്റെ അടിത്തറയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് മറ്റു വ്യവസായങ്ങളുടെയും അതുപോലെ തന്നെ സേവന മേഖലയെയും ഒക്കെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം തൊഴിൽ നൽകുന്നുണ്ട്. തൊഴിലവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ ഇരുമ്പുരുക്ക് വ്യവസായം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അവയുടെ ഇന്ത്യയിലേക്കുള്ള ഒരു ആഗമനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി മാറി എന്നുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയാം. 5 വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സരം 5 വർഷം. 5 വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതൊക്കെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെയുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് അവ സാക്ഷാത്കരിക്കുന്നതിനായി നമ്മുടെ സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനത്തിൻ്റെ പേരാണ് പഞ്ചവത്സര പദ്ധതി എന്നത്. നമുക്കറിയാവുന്നതാണ്. ഓരോ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം. അതുപോലെ തന്നെ അവയിലെ സവിശേഷതകളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി നമ്മൾ അറിഞ്ഞു. പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ലോഹ സംസ്കരണം നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു പ്രക്രിയയായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം ഇന്ത്യയിൽ കുറിച്ചത് 1907 സാങ്ചിയിലാണ്, ജംഷഡ്പൂരിലാണ്. 1907 ഓർക്കണം. 1907 സാങ്ചിയിലാണ് ആധുനികമായിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ജംഷഡ്പൂരിലാണ്. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചതോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 സാങ്ചിയിൽ ജംഷഡ്പൂരിൽ ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചതോടെയാണ്. 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും അതായത് ഇസ്കോ 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും 1923 കർണാടകയിൽ മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇപ്പോഴത്തെ പേര് വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. ഈ വർഷവും ഏത് സംസ്ഥാനത്താണെന്നുള്ളതും ഏത് കമ്പനിയാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. 1907 ജംഷഡ്പൂരിൽ ടിസ്കോ ആരംഭിച്ചു. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചു. 1919 പശ്ചിമ ബംഗാളിൽ ഇസ്കോ ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചു. 1923 കർണാടകയിൽ മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ആൻഡും അയണും മാറിപ്പോകുന്നതാണ് കേട്ടോ. മൈസൂർ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചു. അതായത് വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളർച്ച കൂടുതലായി പ്രാപിക്കുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്
ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത്. ഭിലായിൽ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചു. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യം ഇത്രയും അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് ആരംഭിച്ചു എങ്കിലും പിന്നീട് സ്വാതന്ത്ര്യാനന്തരമാണ് ഇവയുടെ വളർച്ച കുറച്ച് ദ്രുതഗതിയിലാവുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്തായപ്പോഴേക്കും ഇവിടെ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ചു. ഭിലായി സോവിയറ്റ് യൂണിയനും റൂർക്കേല ജർമ്മനിയും ദുർഗാപൂർ ബ്രിട്ടനുമാണ് ആരംഭിച്ചത്. ദുർഗാപൂർ ബ്രിട്ടൻ ഈ രാജ്യങ്ങളുടെ സഹായത്തോടെയുമാണ് ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ നടത്തിപ്പും ഉത്തരവാദിത്വവും ഒക്കെ സെയിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് അവയുടെ മാപ്പ് ഒന്ന് നോക്കാം. നോക്കിക്കേ, ഇന്ത്യ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് നോക്കിയാൽ നമുക്കറിയാം, ബുക്കാറോ, റായ്ഗഡ്, ഭിലായി, ചന്ദ്രപൂർ, സേലം, ബെല്ലാരി, ദുർഗാപൂർ, കെന്ദുധാർഗഡ്, റൂർക്കേല, പാരദ്വീപ്, വിശാഖപട്ടണം ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ. ഈ മാപ്പ് നോക്കിയും അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള ഈ ഒരു പട്ടിക നിങ്ങൾ പൂർത്തിയാക്കണം കേട്ടോ. ഇനി ഈ തന്നിരിക്കുന്ന മാപ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഒരു ഭൂപടമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായം അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം ഒഡീഷ സംസ്ഥാനം ആണ്. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇവിടെ ഇനി പറയാനായിട്ട് പോകുന്നത്. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം, ധാതുക്കളുടെ ലഭ്യത ഒഡീഷയിൽ കൂടുതലാണ്, അതുപോലെ ജലത്തിൻ്റെ ലഭ്യതയും ഒഡീഷയിൽ കൂടുതലാണ് എന്നിവയൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി എന്നതാണ്. ഇതെല്ലാമാണ് ഒഡീഷയിൽ കൂടുതൽ വ്യവസായങ്ങൾ വരാനായിട്ടുള്ള കാരണം, കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ വരാനായിട്ടുള്ള കാരണം. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരു ശേഖരം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി, താൽച്ചർ മേഖലയിലും കാണപ്പെടുന്നു. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരിൻ്റെ ശേഖരണം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി, താൽച്ചർ മേഖലയിലുമാണ് കാണപ്പെടുന്നത്. റൂർക്കേലയിലെയും കലിംഗനഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യാവസായിക വികസനത്തിന് കാരണമായി. ഇന്ത്യയിലെ റൂർക്കേലയിലെയും കലിംഗനഗറിലെയും വ്യവസായശാലകളെ പ്രധാന വിപണിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് മികച്ച റെയിൽവേയും അതുപോലെ തന്നെ റോഡ് ഹൈവേകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വികസനത്തിന് സഹായകരമായി. ഇത് കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യം തീർത്തതോടെയാണ് ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിയത്. ഇപ്പം എന്തൊക്കെ പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞത്? ഭൂമിശാസ്ത്രമായിട്ടുള്ള സ്ഥാനം ഒരു പ്രധാന കാരണമാണ്, ധാതു ലഭ്യത കൂടുതലാണ്, ജലലഭ്യതയുണ്ട്, ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരു ശേഖരങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നീ ജില്ലകളിലും കൽക്കരി, താൽച്ചർ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. റൂർക്കേലയിലും കലിംഗനഗറിലുമുള്ളവയെ പ്രധാന വിപണിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് റെയിൽവേ ശൃംഖലയുണ്ട്, അതുപോലെ റോഡ് ഹൈവേകളുണ്ട്, കണക്ടിവിറ്റി കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്സ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് തീരപ്രദേശവും തുറമുഖത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം. ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്താണ്, ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിനും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇതെല്ലാം ഒത്തിണങ്ങി വന്നതുകൊണ്ടാണ് ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനായിട്ടുള്ള കാരണം. ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഉൽപാദന വ്യവസായങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്
ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അവയാണ് നമ്മൾ നോക്കുന്നത്. ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമായി ഉൽപാദന വ്യവസായത്തിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളിലേക്ക് വരുമ്പോൾ മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളാണ്. ഇനി ഈ ഒരു മാപ്പിലേക്ക് വരുമ്പോൾ ഇത് ടിസ്കോയുടെ ഒരു ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ചിത്രത്തിൽ നിന്നും ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങളാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജലലഭ്യത ഒരു കാരണമാണ്. ഇവിടെ നദിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ജലലഭ്യത ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. തുറമുഖത്തിൻ്റെ സാന്നിധ്യം, കൊൽക്കത്തയൊക്കെ കാണുന്നുണ്ട്, തുറമുഖത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിപണി, കൊൽക്കത്തയുണ്ട്, അതുപോലെ മുംബൈയുണ്ട്. അത്തരത്തിൽ മുംബൈയും ഉണ്ട്, അതുപോലെ കൊൽക്കത്തയുണ്ട്. വിപണി ഓപ്പൺ ആണ്. റെയിൽവേ നമുക്ക് കാണാനായിട്ട് സാധിക്കും, റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാം കൽക്കരി കാണാം, കൽക്കരി സ്ക്വയറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പയിരിൻ്റെ സാന്നിധ്യമാണ്, ഇരുമ്പയിരിൻ്റെ സാന്നിധ്യവും ഇതിന് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ഇരുമ്പയിര് ഇവിടെ കാണത്തക്ക വിധത്തിൽ ഉണ്ട്, അതും ടിസ്കോയുടെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്നാണ്. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലെയുള്ള ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതിനോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉയർച്ചയുണ്ടാക്കി. അതുപോലെ തന്നെ ആ സമയത്ത് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ന്യൂസ് കട്ടിങ്സ് ആണ് തന്നിട്ടുള്ളത്. ശീതളപാനീയ വ്യവസായം, ജലദൗർലഭ്യം രൂക്ഷമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിലാണ്. പുക നിറഞ്ഞ ഡൽഹി, ജനജീവിതം ദുസ്സഹമാകുന്നു. വിഷലിപ്തമായ യമുന നദി. ഇതൊക്കെയാണ് തന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സിൻ്റെ കൂട്ടം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്? ജലമലിനീകരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജലമലിനീകരണമുണ്ട്, അതുപോലെ വായു മലിനീകരണമുണ്ട്, വായു മലിനീകരണം കാണാം. ജലദൗർലഭ്യം കാണാനായി സാധിക്കും, ചേരികൾ കാണാനായിട്ട് സാധിക്കും. ഇവയൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവയെല്ലാം തന്നെ ഉൽപാദന വ്യവസായങ്ങളുടെ അനന്തരഫലമായിട്ടുള്ളവയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് മലിനീകരണമാണ്. മലിനീകരണം എന്താണ്? മലിനീകരണം പലതരത്തിലുണ്ട്. നമുക്ക് അവയുടെ നിർവചനം പോലെ ഒന്ന് തന്നിരിക്കുന്നത് നോക്കാം. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായിട്ടുള്ള മാറ്റമാണ് മലിനീകരണം എന്ന് പറയുന്നത്. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികപരമായോ രാസപരമായോ ജൈവികപരമായോ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളിൽ അനഭിലഷണീയമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ എന്താണോ അതിനെയാണ് നമ്മൾ മലിനീകരണം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടൽ കൊണ്ട് മലിനീകരണം ഉണ്ടാകുന്നു. ഇത് എന്ത് സംഭവിക്കുന്നു? ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നു. മലിനീകരണം സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട്? പ്രധാനമായും ഉള്ളവയാണ് വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവയൊക്കെ. അപ്പോൾ വായു മലിനീകരണം ഇത് കണ്ടോ, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വായുവൊക്കെ വായു മലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായിട്ടുള്ള
സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഉദാഹരണം സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയവയൊക്കെ. ഇത് പ്രകൃതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു. മേലെ പത്രക്കട്ടിങ്ങുകൾ പറഞ്ഞതുപോലെ തന്നെ പുക നിറഞ്ഞ ഡൽഹി ജനജീവിതം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിനും പ്രകൃതിക്ക് മാത്രമല്ല മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നവയാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. അടുത്തത് ജലമലിനീകരണമാണ്. വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. വ്യവസായശാലകളിൽ നിന്ന് ഇത്തരത്തിൽ പുറന്തള്ളുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറത്തള്ളുന്ന വിഷാംശങ്ങൾ ഇവയൊക്കെ ശുദ്ധജല സ്രോതസ്സുകളെ അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ നദികളെയും തടാകങ്ങളെയും പോലെയുള്ളവയെ മലിനമാക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന ജീവികളെ, ജലജീവികളെയും മനുഷ്യരെയും ഒക്കെ ഹാനികരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ജലമലിനീകരണം മനുഷ്യനെ ബാധിക്കുന്നത്. ഇനി മണ്ണ് മലിനീകരണത്തിലേക്ക് വരികയാണെങ്കിൽ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇത്തരത്തിൽ മാലിന്യങ്ങൾ മണ്ണിൽ കിടന്ന് ഈ വേസ്റ്റുകളൊക്കെ മണ്ണിൽ കൂടിക്കിടന്ന് മണ്ണിൻ്റെ സ്വാഭാവിക ശേഷി, സ്വാഭാവിക ഘടനയ്ക്കൊക്കെ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മാറ്റം വരുമ്പോൾ ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. മണ്ണ് മലിനീകരണം മൂലം മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുന്നു. കാർഷിക മേഖലയെയും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദമലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായിട്ടുള്ള ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഒത്തിരി നേരം വലിയ ശബ്ദം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലാണ് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നത്. വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായിട്ടുള്ള ശബ്ദങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചാണ് ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നത്. അപ്പോൾ അതാണ് ശബ്ദ മലിനീകരണം. ഇനി വിഭവ ശോഷണത്തിലേക്ക് വരുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നാണ് വ്യവസായശാലകളിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുക. ഉൽപാദനം വർദ്ധിപ്പിച്ചാലാണല്ലോ ലാഭം കൊയ്യാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിഭവങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വിഭവങ്ങളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം നടക്കുന്നു. അതിലൂടെ വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിനും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തൽ, ജലസ്രോതസ്സുകളുടെയും ധാതു സ്രോതസ്സുകളുടെയും ഒക്കെ ശോഷണം, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ വിഭവ ശോഷണം സംഭവിക്കുമ്പോൾ വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയുടെ നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെ ശോഷണം, ധാതു സ്രോതസ്സുകളുടെ ശോഷണം ഇവയൊക്കെ സംഭവിക്കുന്നു. ഇത് പ്രതികൂലമായിട്ടാണ് നമ്മളെ ബാധിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെയും അസന്തുലിതമായിട്ടുള്ള വിതരണം. പ്രകൃതി വിഭവങ്ങൾ സന്തുലിതമായിട്ടല്ല, അസന്തുലിതമായിട്ടാണ് ഇന്ത്യയിൽ ഉള്ളത്, വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവയൊക്കെ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ മാത്രം ചില വ്യവസായങ്ങൾ ഒതുങ്ങിപ്പോകുന്നതിന് കാരണം ഇതാണ്. പ്രകൃതി വിഭവങ്ങൾ അസന്തുലിതമായിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എവിടെയാണോ കൂടുതൽ വിഭവം ലഭ്യമാകുന്നത് അവിടെയായിരിക്കും വ്യവസായത്തിൻ്റെ വികസനം സംഭവിക്കുന്നത്. അതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത മൂലവും ചില പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ വളരാതിരിക്കാനായിട്ട് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പ്രാദേശിക അസമത്വത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കുടിയേറ്റം.
ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. അത് സ്ഥിരമാവാം അല്ലെങ്കിൽ താൽക്കാലികമാവാം. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും അതുപോലെ മെച്ചപ്പെട്ട ജനജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യവസായം തുടങ്ങുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിനും ജീവിത നിലവാരത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വികസനം കുറഞ്ഞ പ്രദേശത്ത് നിന്ന് വികസിതമായിട്ടുള്ള വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കുന്നു. തൊഴിലിനായും അതുപോലെ മെച്ചപ്പെട്ട ജീവിതത്തിനായും ഒക്കെയാണ് ഇത്തരത്തിൽ കുടിയേറ്റം നടത്തുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. നഗരവൽക്കരണം. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായിട്ട് നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവിനെയാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു, തൊഴിലിനായിട്ടോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനായിട്ടോ ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക്, പ്രധാനമായും പറയുകയാണെങ്കിൽ വികസനം കുറഞ്ഞ പ്രദേശത്ത് നിന്ന് വികസനം കൂടുതലായിട്ടുള്ള നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുടിയേറ്റം നടന്ന സ്ഥലത്ത് ജനസാന്ദ്രത കൂടുന്നു. അതുകൂടാതെ ആ പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും ജനസംഖ്യാ വളർച്ചയും ഉണ്ടാകുന്നു. എന്തു തന്നെ ആയാലും അവിടെ എന്താണ് സംഭവിക്കുന്നത്? നഗരത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു, ജനസംഖ്യയിലും വർധനവ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ നഗരവൽക്കരണം എന്ന പേരുകൊണ്ട് വിളിക്കുന്നത്. നഗരവൽക്കരണം. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നു. അത്തരത്തിൽ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക കാരണങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നതാണ് നഗരവൽക്കരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വിഭവ ശോഷണത്തെക്കുറിച്ച് പഠിച്ചു, മറ്റ് ചില പോയിന്റ്സും പഠിച്ചു. വിഭവ ശോഷണം സംഭവിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല, വിഭവം ശോഷണം സംഭവിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ശാസ്ത്രീയമായ വിഭവ വിനിയോഗത്തിലൂടെ വിഭവ സംരക്ഷണം നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും. വിഭവ ശോഷണം ഒഴിവാക്കിക്കൊണ്ട് വിഭവ വിനിയോഗം ശാസ്ത്രീയമാക്കി നടത്തിയാൽ വിഭവ സംരക്ഷണം സാധ്യമാകും. അത്തരത്തിൽ അപ്പോൾ എന്താണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്? റീയൂസ്, റീസൈക്കിൾ ആൻഡ് റെഡ്യൂസ്. വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം ഒഴിവാക്കിക്കൊണ്ട് വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. വിവേകപൂർവമായിട്ടുള്ള ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം, വിഭവങ്ങളെ അമിതമായി ഉപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിഭവ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അവയെ സംരക്ഷിക്കുന്നതിനെ നമ്മൾ വിഭവ സംരക്ഷണം എന്ന് പറയുന്നു. അതായത് ഭാവി തലമുറയ്ക്കായിട്ട് നമ്മൾ വിഭവങ്ങൾ കാത്തു രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിഭവങ്ങളുടെ പുനരുപയോഗം, റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ് എന്നത്. റീസൈക്കിൾ, റെഡ്യൂസ് ആൻഡ് റീയൂസ്. ഓക്കെ, അത്തരത്തിൽ വിഭവങ്ങളുടെ പുനരുപയോഗം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വനസംരക്ഷണം, മണ്ണ് സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയൊക്കെ നമുക്കിവിടെ പറയാവുന്നവയാണ്. അപ്പോൾ എന്താണ് വിഭവ സംരക്ഷണം? ചൂഷണം ചെയ്ത് നമ്മൾ വിഭവങ്ങളെ ഉപയോഗിക്കാതെ വിവേകപൂർവമായിട്ട് വിഭവങ്ങളെ ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുക. അത്തരത്തിൽ വിഭവ ലഭ്യത ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിനെയാണ് നമ്മൾ വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. എന്തിനായിട്ടാണ് വിഭവ സംരക്ഷണം നടത്തുന്നത്? ഭാവി തലമുറയ്ക്കായിട്ട് വിഭവങ്ങൾ സംരക്ഷിക്കാനും
പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും അതുപോലെ പ്രകൃതിയിലെയും മനുഷ്യരിലെയും ഏൽപ്പിക്കപ്പെടുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. വിഭവ സംരക്ഷണം ഒന്ന് പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടഞ്ഞ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും കൂടാതെ ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന നയമാണ് സുസ്ഥിര വികസനം എന്നത്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇവിടെ തന്നിട്ടുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്. SDG ഗോൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ഭാവി തലമുറയ്ക്ക് ആവശ്യമുള്ളവ ഉണ്ടാവുകയും ചെയ്യണം, എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം എന്നതാണ് ഇത്തരത്തിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനായി സാധിക്കും. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്തിക്കാനുള്ള ചില മാർഗങ്ങൾ. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളായി പറയപ്പെടുന്നത്. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സുസ്ഥിര വികസനത്തിന് 17 ലക്ഷ്യങ്ങളാണ്. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SDG ഗോൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇപ്പോൾ കുറച്ചുകൂടെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഒന്നാമത്തേത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഒന്നാമത്തേതാണ് നോ പോവർട്ടി എന്നത്. നോ പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. രണ്ടാമത്തേത് സീറോ ഹങ്കർ ആണ്. സീറോ ഹങ്കർ, വിശപ്പില്ലാത്ത അവസ്ഥ. മൂന്നാമത്തേത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്, നല്ല ആരോഗ്യവും ക്ഷേമവും. പിന്നീട് നാലാമത്തേതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. അഞ്ചാമത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം. ആറാമത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും. ഏഴാമത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. താങ്ങാനാവുന്നതും ശുദ്ധവുമായിട്ടുള്ള ഊർജമാണ് ഏഴാമത്തെ ഗോൾ. എട്ടാമത് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നത്. മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും. ഒൻപതാമത് ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്? വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നത്. പത്താമത് റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, അസമത്വം ലഘൂകരിക്കൽ എന്നതാണ് 10ാമത്തെ ലക്ഷ്യം. 11ാമത് വരുമ്പോൾ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നതാണ്. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും. 12ാമത് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും. 13ാമത് ക്ലൈമറ്റ് ആക്ഷൻ, കാലാവസ്ഥാ പ്രവർത്തനം. 14ാമത് ലൈഫ് ബിലോ വാട്ടർ, ജലത്തിനടിയിലെ ജീവൻ. 15ാമത് ലൈഫ് ഓൺ ലാൻഡ്, കരയിലെ ജീവൻ. 16ാമത് പീസ് ആൻഡ് ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമാധാനം, നീതി, ശക്തമായ നിയമ സ്ഥാപനങ്ങൾ. 17ാമത് പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്, ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം. ഇവയാണ് പ്രധാനമായും തന്നിട്ടുള്ള 17 ലക്ഷ്യങ്ങൾ. 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ സുസ്ഥിര വികസനം നേടിയെടുക്കും എന്ന ലക്ഷ്യത്തോടെ സ്വരൂപിച്ചിട്ടുള്ള 17 ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.